രാവിലെ വീരാൻകുട്ടിയുടെ ഒരു കുഞ്ഞ് കവിത വായിക്കുകയായിരുന്നു. തമ്മിൽ തൊടുമെന്ന് ഭയന്ന് നമ്മൾ അകറ്റി നട്ട മരങ്ങൾ ഭൂമിക്കടിയിൽ വേരുകളാൽ കെട്ടിപ്പിടിക്കുന്നു. എന്ത് രസമല്ലേ? ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ മരങ്ങളടക്കം കാട്ടിൽ ഒരുമിച്ചാണ് വളരുന്നത്. അവയുടെ വേരുകൾ പരസ്പരം ഇങ്ങനെ കെട്ടുപിണഞ്ഞ് ഓരോ മരവും പരസ്പരം പിന്താങ്ങി അങ്ങനെ ജീവിക്കുകയാണ്. എന്നാൽ നമ്മൾ മനുഷ്യരോ, നമ്മളെ ആരും അകറ്റി നിർത്തിയിട്ടില്ല. സ്നേഹിക്കാനും കെട്ടിപ്പിടിക്കാനും വാരിപ്പുണരാനും ഒക്കെയുള്ള എല്ലാ അനുഗ്രഹവും നേടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ പിറന്നു വീണത്. പക്ഷേ ഒരാൾ തന്നേക്കാൾ വളർന്നാൽ ഉയർന്നാൽ അവനെ മറിച്ചിടാൻ എന്ത് വഴി എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. മറ്റൊരാളെ സ്നേഹിക്കുന്നതിലൂടെയും സഹായിക്കുന്നതിലൂടെയും ഒക്കെ കിട്ടുന്ന സുഖവും സന്തോഷവും എങ്ങനെയാണ് ചില ആളുകൾക്ക് മറ്റുള്ളവരെ നശിപ്പിക്കുമ്പോഴും ഇല്ലാതാക്കുമ്പോഴും കൊല്ലുമ്പോഴും ഒക്കെ കിട്ടുന്നത്, അല്ലേ? ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കാൻ സാധിക്കുന്ന മരങ്ങളുണ്ട് ഈ ഭൂമിയിൽ. നമുക്കോ ഇത്തിരി വർഷങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവുന്നത്. പിന്നെ എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് ഒന്നും കൊണ്ടുപോകാനാകാതെ ഈ ഭൂമി വിട്ട് നമ്മൾ പോയിക്കോണം. ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല. ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ടും പരസ്പരം കലഹിക്കുകയാണ്. രാവിലെ കണ്ണാടിയിലേക്ക് നോക്കി ഒരു പ്രതിജ്ഞ എടുത്താൽ മതി. ഞാനായിട്ട് ആരെയും ഉപദ്രവിക്കില്ല എന്നും സ്നേഹിക്കുകയും സഹായിക്കുകയും മാത്രമേ ചെയ്യൂ എന്നുമുള്ളൊരു പ്രതിജ്ഞ. അങ്ങനെ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ, അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും നമ്മുടെ ജീവിതം, അല്ലേ?